ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഫുൾ സ്റ്റാക്ക് സൊല്യൂഷൻസ്. നമ്മൾ ഈ സീരീസിൽ നോഡ് യൂസ് ചെയ്തിട്ട് ഒരു ഇ-കൊമേഴ്സ് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാണ്. സോ അതിനു മുന്നേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജാവ സ്ക്രിപ്റ്റ് ES6 കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം. ദെൻ ബാക്ക് എൻഡിൽ നോഡ് JS ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നോഡ് JSൻ്റെ കൂടെ എക്സ്പ്രസ് ഫ്രെയിംവർക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡേറ്റാബേസ് MongoDB NoSQL ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ വേണം. ദെൻ ഫ്രണ്ട് എൻഡിൽ നമ്മളൊരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ദെൻ HTML CSS ബുട്ട്സ്ട്രാപ്പിനെ കുറിച്ചൊക്കെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. പേയ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് റാസർപേ യൂസ് ചെയ്തിട്ടായിരിക്കും. ദെൻ ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ആയതിനു ശേഷം നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത് AWSലാണ് ഹോസ്റ്റിംഗ് പ്രൊവൈഡറായിട്ട് നമ്മൾ ചൂസ് ചെയ്തേക്കണത്. AWSൽ നമ്മൾ Nginx എന്ന് പറഞ്ഞ പ്രോക്സി സെർവർ അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യണം. നമ്മൾ ഗോഡാഡിന്ന് ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ Nginx ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ കോഡ് എഡിറ്റർ യൂസ് ചെയ്യുന്നത് VS Code ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഗിറ്റ് നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതൊന്ന് കോൺഫിഗർ ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഗിറ്റ് ഹബിൽ ഒരു സൈനപ്പ് ചെയ്യണം. AWSലും നിങ്ങളൊന്ന് സൈനപ്പ് ചെയ്യണം. ഐ തിങ്ക് AWSൽ സൈനപ്പ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് എനിക്ക് തോന്നുന്നു. സോ അതൊന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ മുതൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.